ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പൂക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിലെ ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തലോർ കിഴക്കിനിടത്ത് വീട്ടിൽ 21 വയസ്സുള്ള റോമുലസ് ആണ് അറസ്റ്റിലായത്. മറ്റ് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുന്നു. ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച് യുവാവ്. മാളപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് പ്രദേശവാസിയായ കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്തിയത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൂക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിലെ ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തലോർ കിഴക്കിനിടത്ത് വീട്ടിൽ 21 വയസ്സുള്ള റോമുലസ് ആണ് അറസ്റ്റിലായത്. മറ്റ് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പുലക്കാട്ടുകര ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് 12ഓളം പേർ റോഡിലിട്ട് മർദ്ദിച്ചത്. ബിനുവിൻ്റെ വീട്ടിലെത്തിയ പ്രതികൾ മകളെ മർദ്ദിച്ച ശേഷമായിരുന്നു ബിനുവിനെ ആക്രമിച്ചത്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെ വീട്ടിലെത്തിയ റോമുലൂസിനെ പോലീസ് പിടികൂടുകയായിരുന്നു. മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. വീടിന് സമീപത്തെ കടവിൽ മദ്യപിച്ചിരുന്ന സംഘത്തെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO UH സുനിൽദാസ്, SIമാരായ KS സൂരജ്, KA വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിശ്വനാഥൻ, KM അഭിലാഷ്, KA മുഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, പുതുക്കാട്. ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച് യുവാവ്. മാളപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് പ്രദേശവാസിയായ കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്തിയത്. ധാരാളം വെള്ളമുള്ള ആഴമുള്ള കിണറിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നോബിളിനൊപ്പം നാട്ടുകാരും ഒത്തുചേർന്നു. മാളപ്പള്ളിപ്പുറത്ത് കിണറ്റിൽ വീണ വയോധികയെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി യുവാവ്. കഴിഞ്ഞ ഡിസംബർ 23 വൈകിട്ടായിരുന്നു സംഭവം നടന്നത്. നോബിൾ എന്ന യുവാവാണ് തന്റെ ജീവൻ പണയം വെച്ച് വയോധികയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മകനും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് മകൾ കാണാതെ വയോധിക വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. അമ്മ പോയതറിഞ്ഞ ഉടൻ തന്നെ മകൾ അറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ അടുത്തുള്ള പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണുകിടക്കുന്ന വയോധികയെ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിച്ചെങ്കിലും മറ്റൊരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് കൊടുങ്ങല്ലൂരിലും കറുകുറ്റിയിലും ആയതിനാൽ എത്താൻ വൈകുമെന്നറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാരനായ നോബിൾ എന്ന യുവാവ് കിണറിൽ ഇറങ്ങി അവശനിലയിലായ വയോധികയെ രക്ഷിക്കുകയായിരുന്നു. ധാരാളം വെള്ളമുള്ള ആഴമുള്ള കിണറിൽ നിന്നും രക്ഷിക്കാൻ നോബിളും നാട്ടുകാരും ഒപ്പം ചേർന്നു. MLA VR സുനിൽകുമാർ അടക്കം നിരവധി ആളുകൾ നോബിളിനെ അനുമോദിച്ചു. ആ സമയത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങിയതെന്നും നോബിൾ പറഞ്ഞു. 23-ാം തീയതി വൈകിട്ട് ഒരു 5 മണി സമയത്താണ് ഇങ്ങനെ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു വർഗീസേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് നമ്മളെ വിളിക്കുന്നത്. പള്ളിയുടെ അവിടെ വന്നിട്ട് ലൈറ്റിൻ്റെ വർക്കിലായിരുന്നു ഞാൻ. അപ്പം വന്ന് എന്താ സംഭവം എന്നൊന്നും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. എന്നെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ലിജോച്ചേട്ടൻ്റെ അമ്മ ഇവിടെ കിണറ്റിൽ വീണെടുക്കുന്നത് കണ്ടു. അങ്ങനെ ഇവിടെ പ്രദേശവാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിളിച്ചിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ആരും അവരിവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. അവർ വേറെ സ്ഥലത്ത് എന്തോ ഇതിനു വേണ്ടി പോയൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ വല്യമ്മ വീണിട്ട് ഒരു മണിക്കൂറിനടുത്തോളം ആയിട്ടുണ്ടായി കിണറ്റിൽ. അപ്പോൾ ആ സമയം വേറെ 1-2 പേരും കൂടി ഞങ്ങൾ ഇറങ്ങാമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങി വല്യമ്മേനെ കിണറ്റിൽ നിന്ന് പിന്നെ എടുത്തത്. കയറിട്ട് കുറേ ബുദ്ധിമുട്ട്, ഒരു അരമണിക്കൂറോളം ബുദ്ധിമുട്ടിട്ടാണ് വല്യമ്മേനെ എടുത്തത്. കസേരയും പിന്നെ മറ്റേ കുടുക്കൊക്കെ ഇട്ട് അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറ്റിയത്. മീഡിയ ടൈം, മാള. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് അധ്യക്ഷനായി. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് അറവുശാല നിർമ്മാണം നടത്തിയത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ഫസ്ന റിജാസ്, ഡോക്ടർ VN വാസുദേവൻ, ഡോക്ടർ US രാമചന്ദ്രൻ, K ഋഷി, ഷീല അജയ് ഘോഷ്, സുജന ബാബു, ജിയോ ഡേവിസ്, സിന്ധു ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. അനധികൃത അറവ് തടയാനും നല്ല മാട്ടിറച്ചി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുമായി വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ 1999 അറവുശാല സ്ഥാപിച്ചത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ബ്ലോക്ക് ജംഗ്ഷനും മനക്കിലപ്പടിക്കും ഇടയിൽ റവന്യൂ വകുപ്പിൽ നിന്ന് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് വാങ്ങിയ 55 സെന്റ് സ്ഥലത്താണ് അറവുശാല സ്ഥാപിച്ചത്. 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. പ്ലാസ്റ്റിക് എന്ന വില്ലനെ സമൂഹം ഇനിയും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. നാം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് കൊടകരയിൽ നടന്ന ഒരു സംഭവം. തീറ്റ തേടി അലഞ്ഞ എരണ്ട പക്ഷിയുടെ കൊക്കിൽ കുരുങ്ങിയ പ്ലാസ്റ്റിക് നാരുകൾ മൂലം തീറ്റയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ പക്ഷി. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് നാരുകൾ കൊക്കിൽ കുരുങ്ങിയ എരണ്ട പക്ഷിക്ക് പുതുജീവൻ നൽകി ഒരു കൂട്ടം യുവാക്കൾ. മനക്കുളങ്ങര കൊളത്തൂർ റോഡിൽ ഇറിഗേഷൻ കുളത്തിന് സമീപത്താണ് കൊക്കിൽ പ്ലാസ്റ്റിക് നാരുകൾ കുടുങ്ങിയ നിലയിൽ കഴിഞ്ഞ ദിവസം എരണ്ട പക്ഷിയെ നാട്ടുകാർ കണ്ടെത്തിയത്. കൊക്കുകൾ തുറന്ന് വെള്ളവും ആഹാരവും കഴിക്കാൻ പറ്റാതെ തളർന്ന അവസ്ഥയിലായിരുന്നു പക്ഷി. പ്രദേശവാസികളായ ചെറുപറമ്പിൽ വിവേകും അമ്പാൾ റെജിയും മറ്റും നാട്ടുകാരുടെ സഹായത്തോടെ കത്തി ഉപയോഗിച്ച് പക്ഷിയുടെ കൊക്കിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക്കിലെ ചെറുനാരുകൾ അറുത്തുമാറ്റുകയായിരുന്നു. പ്ലാസ്റ്റിക് നാരുകൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞതിന് ശേഷം പക്ഷിയെ കുളത്തിൽ തന്നെ വിടുകയായിരുന്നു. മനുഷ്യർ ഇതുപോലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് സഹജീവികൾക്ക് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് വരുത്തിവെക്കുന്നത്. മീഡിയ ടൈം, കൊടകര. കോൺഗ്രസ് നേതാക്കളായ VD സതീശനെയും K സുധാകരനെതിരെയും കള്ളക്കേസെടുത്ത ഫാസിസ്റ്റ് നടപടിക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രതിഷേധ സദസ്സുകൾ നടത്തി. ഫാസിസ്റ്റ് വിമോചന സദസ് എന്ന പേരിൽ നടത്തിയ പ്രതിഷേധത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ഫാസിസ്റ്റ് വിമോചന സദസ്സ് നടത്തി. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന വിമോചന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടിയെ ചവിട്ടി അവനെ നട്ടെല്ലൊടിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് അധപതിച്ചപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തിയ യുവതിയെ പീഡിപ്പിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അധപതിക്കുമ്പോ സഹപ്രവർത്തകന്റെ ബാഗിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്ന സംവിധാനമായി കേരളത്തിലെ പോലീസ് അധപതിക്കുമ്പോ ഈ ആഭ്യന്തര വകുപ്പിനാണോ, ഈ ആഭ്യന്തര വകുപ്പിലെ പോലീസിനാണോ സുത്യർഹമായ സേവനത്തിന് അവാർഡ് കൊടുക്കുന്നതെന്ന് സ്വാഭാവികമായി നാട്ടുകാർ ചോദിച്ചു പോകും. ഇതേ പോലീസാണ് കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും ജനാധിപത്യപരമായി, ഏറ്റവും സമാധാനപരമായി കരിങ്കൊടി പ്രതിഷേധവുമായി വന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അകാരണമായി ആക്രമിച്ചത് പ്രതിഷേധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ K സുധാകരനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. EV സജീവൻ, KN സജീവൻ, KP സുനിൽകുമാർ, VM ജോണി, VS അരുൺ രാജ്, AR രാമദാസ്, MP സോണി, സനിൽ സത്യൻ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, ശ്രീദേവി വിജയകുമാർ, ജോളി ഡിൽഷൻ, പ്രിൻസി മാർട്ടിൻ, കവിത, മധു, സാലി ഫ്രാൻസിസ്, KS കമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും DYFIയുടെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഇതുപോലുള്ള യാത്രകൾ സംഘടിപ്പിക്കാം. ആ യാത്രകളൊക്കെ തന്നെ വളരെ സമാധാനപരമായി ആ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഈ യാത്രകൾ കേരളം ഒരുപാട് കണ്ടതാണ്. പക്ഷെ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന, കേരളത്തിന്റെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള മുഖ്യമന്ത്രി നയിക്കുന്ന യാത്രയാണ് കഴിഞ്ഞ 40 ദിവസമായി കേരളത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിച്ച ഒരു യാത്ര.
ആദ്യത്തെ 2 ദിവസം കാസർഗോഡ് യാതൊരു പ്രകോപനമില്ലാതെ യാത്ര കടന്നുപോയി. കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച സംഘർഷം പ്രതിഷേധക്കാരെ നേരിട്ടത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. സാധാരണ ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാ അവകാശങ്ങളുമുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളവും അതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ. ഒരു കരിങ്കടി വീശിയതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പല ചതിക്ക് മാത്രമല്ല അവരെ കൊലപ്പെടുത്താൻ ശ്രമം വരെ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചു. ആ കൊലപ്പെടുത്താനുള്ള ശ്രമത്തെ കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ആ മർദ്ദിച്ച ഗുണ്ടകൾ സംരക്ഷിക്കാൻ പറഞ്ഞ വാക്കുകൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. ഈ നാട്ടിലെ അക്രമത്തിൽ കണ്ണൂരിൽ നിന്ന് ആഹ്വാനം ചെയ്ത് ഈ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ. പ്രസിഡന്റ് CM മൊയ്തു അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, PK മുഹമ്മദ്, PP ജോൺ, EK സോമൻ, AI ഷുക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് പ്രൊഫസർ KM സിറാജ്, ജോസഫ് ദേവസി, KM സാദത്ത്, PA കരുണാകരൻ, ബഷീർ കൊണ്ടാമ്പുള്ളി, അഡ്വക്കേറ്റ് KK സക്കീർ ഹുസൈൻ, CB വിജയലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 പീടിക സെന്ററിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. 2-3 ജില്ലകൾ പിന്നിട്ടപ്പോൾ ഇതിന്റെ ഗതിവിധിയിൽ മാറ്റമുണ്ടാവുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും യൂത്ത് കോൺഗ്രസും KSU ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് മാത്രമായി മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചത് തുടങ്ങി കോഴിക്കോട് നിന്ന് ആരംഭിച്ച ആ പരിപാടിയിൽ അവർ കടന്നുപോകുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ അനന്തരഫലങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് മാത്രമല്ല, DYFIയും SFIക്കാരും പോലീസുകാരും ചേർന്ന് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി വന്നവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനല്ല, അദ്ദേഹത്തെ സംഘത്തെ ആക്രമിക്കാൻ വന്നവരല്ല. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSU അവർ വികാരങ്ങൾ പറയുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിച്ചു എന്നതിനപ്പുറത്ത് യാതൊരു തെറ്റും ചെയ്യാത്തവരെ പോലീസും DYFIയും SFIയും കൂടാതെ മാത്രമല്ല സംഘടന പ്രതിഷേധം അതിശക്തമായതോടുകൂടി കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളെ അല്പം തിരിച്ച് പുറത്താക്കി അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് അവരെയും നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങ് കത്താനം വരെ മുന്നോട്ട് പോയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ MK അബ്ദുൾ സലാം മുഖ്യാതിഥിയായി. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PMA ജബാർ, CC ബാബുരാജ്, CS രവീന്ദ്രൻ, DCC മെമ്പർ മണി കാവുങ്ങൽ, സഞ്ജയ് വയനപ്പിള്ളി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ, KV അബ്ദുൾ മജീദ്, KK രാജേന്ദ്രൻ, CJ പോൾസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. KC വർഗീസിന്റെ 4ാമത് പുസ്തകം വന്ദേ മാതരം ഡിസംബർ 31 ഞായറാഴ്ച പ്രകാശനം ചെയ്യുമെന്ന് മാള പൗരാവലി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രകാശന ചടങ്ങ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K സച്ചിദാനന്ദൻ നിർവഹിക്കും. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാലഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങും. 1940 മുതൽ 1950 വരെയുള്ള മാളയുടെ കാർഷിക സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയതാണ് ഈ നോവൽ. മാളയിലെ സ്വതന്ത്ര സമര സേനാനിയായിരുന്ന MT ലാസർ മാസ്റ്റർ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ നോവലിൽ ഒരു കൊലപാതകത്തിന്റെ കൽപ്പിത കഥയിലൂടെ ചില സത്യങ്ങൾ KC വർഗീസ് വിളിച്ചു പറയുന്നു. മാള പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രകാശന ചടങ്ങ് ഡിസംബർ 31 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാള പഞ്ചായത്ത് ഹാളിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K സച്ചിദാനന്ദൻ നിർവഹിക്കും. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാലഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങും. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി 2:30 ആരംഭിക്കുന്ന ചരിത്ര എക്സിബിഷൻ പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ ഉദ്ഘാടനം ചെയ്യും. മാള പൗരാവലി പ്രസിഡന്റ് രാജു ഡേവിസ് പെരേപ്പാടൻ, സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത്, ട്രഷറർ ദേവസി കുടിയൻ,
KC വർഗീസ്, ഡേവിസ് പാറേക്കാട് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിസംബർ 31-ാം തീയതി 3 മണിക്ക് മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുകയാണ്. അത് പുസ്തക പ്രകാശനം നടത്തുന്നത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K. സത്യാനന്ദ് സാറാണ്. അത് ഏറ്റുവാങ്ങുന്നത് ബാലഗോപാൽ മാഷാണ്. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് MP സുരേന്ദ്രൻ സാറാണ്. അതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറാണ്. മീഡിയ ടൈം മാള. ഇനി നാട്ടിൽ നടന്നത്. പുതുവത്സരാഘോഷം ലക്ഷ്യമാക്കി വിൽപ്പന നടത്താൻ എത്തിച്ച ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നുകളുമായി യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി കോത്തോട്ട് വീട്ടിൽ അജിത്താണ് പിടിയിലായത്. ഇയാളിൽ നിന്നും സിന്തറ്റിക് ക്രിസ്റ്റൽ രൂപത്തിലുള്ള 40 ഗ്രാം MDMA, 15 ചെറിയ ബോട്ടിലുകളിലായി കൊണ്ടുവന്ന ഹാഷിഷ് ഓയിൽ എന്നിവ കണ്ടെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം തൃശൂരിലെത്തിയ ഇയാളെ മണ്ണുത്തിയിൽ വെച്ചാണ് പിടികൂടിയത്. അതിരപ്പിള്ളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചാറ്റുകാൽത്തറയിൽ നിന്നും ട്യൂബുലാർ ബാറ്ററി മോഷണം ചെയ്ത പ്രതികളിൽ ഒരാൾ പിടിയിൽ. മതിലകം ഊളക്കൽ വീട്ടിൽ സിദ്ദിഖാണ് പിടിയിലായത്. ഇവിടെ കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സ്ഥാപിച്ച ഫെൻസിങ്ങിനോടനുബന്ധിച്ചുള്ള 20,000 രൂപ വില വരുന്ന ട്യൂബുലാർ ബാറ്ററികളാണ് മോഷണം പോയത്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറുകളും ട്രാവലറിലും നിയന്ത്രണം വിട്ട ടോറസ് ലോറി പാഞ്ഞുകയറി അപകടം. കാർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരും പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാരും പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മാള കാവ്യാലയം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം വാർഷികോത്സവം സംഘടിപ്പിച്ചു. സീമാജി നായർ, അമ്പിളി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. കലയും നാടകവും സിനിമയും തിരക്കഥയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം തന്നെയാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞാലും, പ്രത്യേകിച്ച് വയലാർ രാമവർമ്മ സാറിൻ്റെ പേരിലുള്ള സ്മരണാർത്ഥം നടത്തുന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നും ഈ വർഷത്തെ മികച്ച ഒരു സോഷ്യൽ വർക്കറിനുള്ള ഇൻ്റർനാഷണൽ അവാർഡ് ഞാൻ മേടിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ അതും കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി. വയലാർ രാമവർമ്മ സാറിനെ കുറിച്ച് ഞാൻ വെറും ശിശുവാണ്. ഇതൊക്കെ പറയാൻ ഇവിടെ അമ്പിളി സാറൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സ്മരണാർത്ഥം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നുന്നു. പിന്നെ എൻ്റെ കലാജീവിതം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. കലയും സോഷ്യൽ വർക്കും കൂടെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇൻ്റർവ്യൂവിലൂടെ തന്നെ എൻ്റെ പല കാര്യങ്ങൾക്കും എല്ലാം അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അഡ്വക്കേറ്റ് അനൂപ് കുഴൂർ അധ്യക്ഷത വഹിച്ചു. പ്രസാദ് വേനൽ, അനൂപ് ഉണ്ണിത്താൻ, കേരളാദിത്യപുരം ശ്രീകുമാർ, സുനിത ഷൈൻ എന്നിവർ സംസാരിച്ചു. ഒരു ഗാനീതാവ് ഒരു ചലച്ചിത്രത്തിലെ പാട്ടിൽ എഴുതുമ്പോൾ വാൽമീകി പറഞ്ഞ മാതിരി അതൊരു വളരെ സാങ്കേതിക ഇതാണ്. സിനിമയ്ക്ക് അങ്ങനെ സാങ്കേതിക ഇതുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഞാനിരുന്ന് ഡയറക്റ്റായി ഞാൻ ഇവിടെ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ പാട്ട് എഴുതുന്നോട് ഫോൺ ചെയ്തിട്ട് സിറ്റുവേഷൻ പറഞ്ഞാൽ മതി മൊബൈലിൽ. ഇപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈതപ്പുറത്തിന് എനിക്ക് പാട്ട് എഴുതിയാണ് കേട്ടോ. സോറി മറന്നുപോയി. ആർക്കെ താമാരും പാട്ട് എഴുതിയാണ്, ശശി ചൈതന്യ പാട്ട് എഴുതിയാണ്. അപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് അവിടെ നിന്ന് എഴുതിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യും. ഞാൻ കൈതപ്പുറം കാണുന്നില്ല. ആ വാട്സപ്പ് ചെയ്യുന്നത് ഞാൻ നേരെ മ്യൂസിക് ഡയറക്ടർക്ക് അയക്കും. മ്യൂസിക് ഡയറക്ടർ അമേരിക്കയിൽ ഇരുന്നിട്ട് അവിടെ ആണെങ്കിൽ അവിടെ നിന്നിട്ട് കമ്പോസ് ചെയ്തിട്ട് ആ മ്യൂസിക്കിൻ്റെ ട്യൂൺ എനിക്ക് ഇങ്ങോട്ട് അയക്കും. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാസേട്ടൻ വരുന്നില്ല. ഇവിടെ ഒരു സൗണ്ട് ട്രാക്ക് എടുക്കും. ദാസേട്ടൻ അയച്ചത് ദാസേട്ടൻ അവിടെ നിന്ന് അത് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് അയക്കും. അത് സിനിമയിൽ തീർക്കും. അങ്ങനെ സാങ്കേതികമായി വളർന്നു പോയിരിക്കും. ടയർ കമ്പനികൾക്ക് പിഴയിട്ട 1788 കോടി രൂപ റബ്ബർ കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി.
ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, TK സന്തോഷ്, സിദ്ധാർത്ഥൻ പട്ടേപ്പാടം, MM അവറാച്ചൻ, AS കുട്ടി, PR വർഗീസ്, സുരേഷ് കേച്ചേരി, TK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൃഷിക്കാർ, വിശേഷിച്ച റബ്ബർ കൃഷിക്കാർ, പൊതുവായി പരിശോധിക്കുമ്പോൾ നാണ്യവിള കൃഷിക്കാർ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. റബ്ബർ കൃഷിക്കാർ, നാളികേര കൃഷിക്കാർ, ഏലം കൃഷിക്കാർ, കുരുമുളക് കൃഷിക്കാർ എന്ന് വേണ്ട കേരളത്തിലെ നാനാതരത്തിൽപ്പെട്ട നാണ്യവിളകളെ ആസ്പദപ്പെടുത്തി ജീവിതം നീക്കിയ മുഴുവൻ കൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അതിൻ്റെ പ്രതീകം എന്ന രീതിയിലാണ് റബ്ബർ കൃഷിക്കാരുടെ ഒരു വിഷയവും ഞങ്ങളിപ്പോൾ ഒരു സമരം എന്ന രീതിയിൽ ഏറ്റെടുത്തു. 240 രൂപ വരെ കിട്ടിയിരുന്ന റബ്ബറിന് ഇപ്പോൾ 140ന്റെ താഴെ, അത് 65 വരെ താഴോട്ട് പോയതും നിങ്ങൾക്കറിയാം. 2010 എന്നൊരു വർഷം നമ്മളെല്ലാവരും ഓർക്കേണ്ട വർഷമാണ്. അന്നാണ് ആസിയാൻ കരാറിൻ്റെ കക്ഷത്ത് നമ്മൾ തലയിട്ട് കൊടുത്തത്. കൃഷിക്കാരും കർഷക തൊഴിലാളികളും പുരോഗമനവാദികളും എല്ലാം ചേർന്ന് വലിയ മനുഷ്യൻ ചങ്ങലൊക്കെ നടത്തി. പക്ഷെ ചങ്ങലയുടെ വഴിക്കും പോയി, കരാറിന്റെ വഴിക്ക് വരുന്നു. അതിനെ തുടർന്ന് നമ്മുടെ നാണ്യവിളകളുടെ വില വൻതോതിൽ ഇടിഞ്ഞു. വെണ്ണൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ക്ലിന്റൺ പെരിഞ്ചേരിയുടെ പൗരോഹിത്യ സ്വീകരണം ചടങ്ങ് നടന്നു. ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോജോ തൊടുപുറമ്പൻ, കൈക്കാരന്മാരായ ജോർജ് പള്ളിപ്പാടൻ, ജോൺസൺ നെല്ലിശ്ശേരി, കമ്മിറ്റി അംഗങ്ങളായ ബാബു പള്ളിപ്പാടൻ, ആൽബിൻ പ്ലാക്കൽ, ബിനോയ് നെല്ലിശ്ശേരി, ഡേവി കുന്നത്ത് പറമ്പിൽ, വാവച്ചൻ, വാതുക്കാടൻ, ഡേവി സില്ലിക്കൽ, ജോമി ജോസ്, ആനി, ഗ്ലോറി ജോസ്, ഷൈനി വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണ ജാഥ ചാലക്കുടിയിൽ സമാപിച്ചു. സമാപന സ്വീകരണ പൊതുയോഗം കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ചാലക്കുടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KA ജോജി അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, വൈസ് ക്യാപ്റ്റൻ അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്തകുമാർ, മാനേജർ PR വർഗീസ്, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്ര ബാബു, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി MM അവറാച്ചൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രചരണ ജാഥയ്ക്ക് മതിലകം സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ AS കുട്ടി സംസാരിച്ചു. MD സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ക്യാപ്റ്റൻ KV വസന്തകുമാർ, മാനേജർ PR വർഗീസ്, ജാഥ അംഗങ്ങളായ MM അവറാച്ചൻ, KK രാജേന്ദ്ര ബാബു തുടങ്ങിയവർ സംസാരിച്ചു. PK ചന്ദ്രശേഖരൻ, ET ടൈസൺ MLA തുടങ്ങിയവർ ജാഥയ്ക്ക് സ്വീകരണം നൽകി. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ഗുരുവായൂരിൽ കളഭാട്ടം നടന്നു. കോഴിക്കോട് സാമൂതിരി രാജായുടെ വഴിപാടായാണ് കളഭാട്ടം നടന്നത്. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജിച്ച കളഭം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തത്. കളഭത്തിൽ ആറാടിയ കണ്ണനെ ദർശിക്കാൻ നിരവധി ഭക്തരാണ് ഗുരുവായൂരിൽ എത്തിയത്. ഒരു മാസക്കാലമായി BRC കൊടുങ്ങല്ലൂരിൽ നടന്നുവന്ന ഭിന്നശേഷി മാസാചരണം സമാപിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ദിനൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, വാർഡ് കൗൺസിലർ LC പോൾ, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ BRC ട്രെയിനർ KN സുനിൽകുമാർ മാതൃവകുപ്പിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഭാഗമായി അസിസ്റ്റന്റ് കളക്ടറിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങി. എൽത്തുരുത്ത് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ 6 ദിവസങ്ങളിലായി നടന്നുവന്ന ഗ്രാമോത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവവും ചള്ളിയിൽ കൃഷ്ണൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PP ജ്യോതിർമയൻ അധ്യക്ഷനായി. പാർവതി സുകുമാരൻ, VM ജോണി, KA വത്സല, CP രമേശൻ, NK തങ്കരാജ്, MS വിനയകുമാർ, OM ദിനകരൻ, KB വിനോദ് എന്നിവർ പ്രസംഗിച്ചു.
ഭരത് PJ ആന്റണി സ്മാരക ദേശീയ അവാർഡിന് അർഹനായ മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസിന് ആദരം നൽകി. യുവ കലാസാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് സംഘടിപ്പിച്ച സമാദരണ സമ്മേളനത്തിൽ E.T. ടൈസൺ MLA മൊമെന്റോ സമ്മാനിച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. യുവ കലാസാഹിതി മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യുവ കലാസാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീത പ്രസാദ്, AITUC സെക്രട്ടറി NS ഗോപി, സതീഷ് SN പുരം, രാജേശ്വരി CA, ധർമ്മദാസ്, TK വരുണൻ, CC ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സധൈര്യം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി സ്തനാർബുദ ബോധവൽക്കരണവും സൗജന്യ മാമോഗ്രാം പരിശോധനയും സംഘടിപ്പിച്ചു. മുന്നോർക്ക് പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ പ്രഥമ പുനർജനി ജീവൻ രക്ഷാ പുരസ്കാരം ഡോക്ടർ VP ഗംഗാധരന് PT കുഞ്ഞുമുഹമ്മദ് സമ്മാനിച്ചു. CPT വനിതാ വിംഗ് പ്രസിഡന്റ് സൗമ്യ സന്ദീപ് അധ്യക്ഷയായി. സെക്രട്ടറി നൂർജഹാൻ മുസ്തഫ, ട്രഷറർ സിജി സഗീർ, ഹസീന ഷറഫുദ്ദീൻ, കവിയത്രി രഹന സുൽത്താൻ, CPT ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. സത്യം വിളിച്ചു പറയുന്ന സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കലാരൂപമാണ് നാടകമെന്നും സത്യം പറയുകയാണെങ്കിൽ പോലും അത് തെളിയിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നതെന്നും പ്രശസ്ത നടനും സംവിധായകനുമായ മധുബാൽ അഭിപ്രായപ്പെട്ടു. നാം സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഭയത്തിന്റെ മറയ്ക്കുള്ളിൽ നിന്നാണ് ജീവിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ച യുവതാര കൊടുങ്ങല്ലൂർ തിയേറ്റർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മധുബാൽ. ഫെസ്റ്റിവൽ ഡയറക്ടറും കഥാകാരനും തിരക്കഥാകൃത്തുമായ PS റഫീഖ് അധ്യക്ഷനായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ PV ശരത് പ്രസാദ്, PK ചന്ദ്രശേഖരൻ, ഷീല രാജ്കമൽ, രേണു രാമനാഥ്, PH നിയാസ്, KK ഹാഷിഖ്, യുവതാര പ്രവർത്തകരായ സെന്തിൽ കുമാർ, സംഗീത് എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനും അവയവദാനമെന്ന മഹത്തായ സന്ദേശത്തിന്റെ പ്രചാരകനായ ഫാദർ ഡേവിസ് ചിറമേലിന്റെ ജന്മദിനത്തിൽ ഡിസംബർ 30-ന് ഒരു പറ്റം കലാകാരന്മാർ അച്ഛനെക്കുറിച്ചുള്ള മ്യൂസിക്കൽ ബയോ ചിരിതൂകും ദേവദൂതൻ പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എഴുത്തുകാരനും അധ്യാപകനുമായ പ്രവീൺ M. കുമാറാണ് മ്യൂസിക്കൽ വീഡിയോ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൊരട്ടി ഗ്രീൻ പാർക്കിൽ നടത്തുന്ന ജന്മദിനാഘോഷ പരിപാടിയിൽ വെച്ച് മ്യൂസിക്കൽ ബയോ റിലീസ് ചെയ്യും. പ്രവീൺ M. കുമാർ, നിവേദ് നാരായൺ, സിബി ഉണ്ണി, ലിനോ മൈക്കിൾ, ഗോപി നിസാശ്ശേരി, സനു പ്രസാദ് എന്നിവർ ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പീച്ചി വന്യജീവി ഡിവിഷന്റെയും ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മണിയങ്കിണർ ആദിവാസി കോളനിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പീച്ചി വൈൽഡ് ലൈഫ് വാർഡർ PM പ്രഭു ഉദ്ഘാടനം നിർവഹിച്ചു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡർ സുമു സക്കറിയ അധ്യക്ഷയായി. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിത്, ഊരുമൂപ്പൻ കുട്ടൻ, EDC സെക്രട്ടറി താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ സപ്തദിന ക്യാമ്പ് ചാലക്കുടി ഈസ്റ്റ് LP സ്കൂളിൽ ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. ഇതിന്റെ ഭാഗമായി ഔഷധ സസ്യത്തോട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പൂക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിലെ ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തലോർ കിഴക്കിനിടത്ത് വീട്ടിൽ 21 വയസ്സുള്ള റോമുലസ് ആണ് അറസ്റ്റിലായത്. മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുന്നു. ഫയർഫോഴ്സിന്റെ അഭാവത്തിൽ കിണറ്റിൽ വീണ വയോധികയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച് യുവാവ്. മാളപ്പള്ളിപ്പുറം സ്വദേശി നോബിളാണ് പ്രദേശവാസിയായ കിണറ്റിൽ വീണ വയോധികയെ രക്ഷപ്പെടുത്തിയത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ആധുനിക അറവുശാല തുറന്നു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അറവുശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.